നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാണമില്ലേ എനിക്കിങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കാൻ? ഇല്ലാ കഥയാണോ അല്ലയോന്നൊക്കെ തെളിവ് സഹിതം തന്നെയാ ഞാൻ വന്നേക്കുന്നേ. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം മാറിയില്ലല്ലേ? നല്ല അടി കൊടുക്കാൻ പറ്റിയ വനിതാ പോലീസുകാർ വേണം, എന്നാലേ ഇവളുടെ അഹങ്കാരം നിർത്താൻ പറ്റൂ. നിർത്തിത്താ. നന്നായിട്ട് അവരൊക്കെ ശ്രമിക്കുകയും ചെയ്തു. സുസ്മിത ഒതുക്കാൻ കളരി പഠിച്ച വനിതാ പോലീസിനെ ഇറക്കുകയും ചെയ്തു. സ്റ്റെപ്പ് വെച്ച് വരുന്ന നേരം മർമ്മം നോക്കിയൊന്ന് കൊടുത്തു ഞാൻ. വന്നവരൊന്നും വീട്ടിൽ പോയിട്ടില്ല. ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഇപ്പൊ കുറുന്തോട്ടി വൈദ്യമായിട്ട് നടക്കാന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ആ സൈസ് ഇനി അങ്ങോട്ട് ആലോചിക്കണ്ട. ദേ, ഇവിടെ എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി പറയാ. ശ്യാമയ്ക്ക് അബോഷനായ വിവരവും ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സത്യവും കൂട്ടത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ മണുഗുണാഞ്ചം പോലും അറിഞ്ഞില്ലാന്ന് വെച്ചാ പറയട്ടെ. ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. അതും ഇരട്ടക്കുട്ടികളെ, 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 ഇരട്ടക്കുട്ടികളെ. അതിലൊരു കുഞ്ഞിനെ പൊന്നനിയത്തിക്ക് വളർത്താൻ കൊടുത്തു. നിങ്ങൾ ആരും അറിയാതെ എല്ലാവരെയും ചതിച്ചോണ്ട്. അതാണ് പത്മിനി എന്ന പപ്പി. നീ ഇപ്പൊ വീണ്ടും പുതിയ കഥയായിട്ട് വന്നിരിക്കല്ലേ? എന്തിനാടി ഇങ്ങനെ കള്ളക്കഥകളും പറഞ്ഞ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റാടി ഞങ്ങൾ നിന്നോട് ചെയ്തത്? തെറ്റ് ചെയ്തത് ഇവളാ, ഈ ശാലിനി. ഇവള് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടി ഇവള് ശ്യാമയെ ബലിയാടാക്കി. അല്ലെങ്കിൽ ഇവള് പറയട്ടെ, പപ്പി ഈ വീട്ടിൽ വന്നു കയറിയതിന് പിന്നിൽ ഇവളുടെ ബുദ്ധി വർക്ക് ചെയ്തിട്ടില്ലെന്ന് ഇവള് പറയട്ടെ. നിനക്ക് എന്താ സുസ്മിതേ, ഭ്രാന്ത് പിടിച്ചോ? ജയിലിൽ കിടന്നപ്പോ തലയ്ക്ക് നല്ല തട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. പിച്ചും പേയും വിളിച്ചു പറഞ്ഞ് ഈ ഫംഗ്ഷൻ അലങ്കോലമാക്കാനാണ് നീ ഇങ്ങോട്ട് കയറി വന്നേ. നാണമില്ലേ എനിക്കിങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞു നടക്കാൻ? ഇല്ലാ കഥയാണോ അല്ലയോന്നൊക്കെ തെളിവ് സഹിതം തന്നെയാ ഞാൻ വന്നേക്കുന്നേ. ഞാൻ പറയുന്ന ഓരോ കാര്യത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. പപ്പിയെ പ്രസവിച്ചത് ശ്യാമയല്ല, ശാലിനിയാണ്. പപ്പിയും സത്യയും ശാലിനി ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ പ്രസവിച്ചതാ. ഇതെല്ലാം ഈ ജില്ലാ കളക്ടർ എന്നോട് തന്നെ പറഞ്ഞ് സമ്മതിക്കുന്ന വീഡിയോ ഞാനിപ്പോ കാണിച്ചു തരാം. എന്നിട്ട് മാത്രം നിങ്ങളെല്ലാരും വിശ്വസിച്ചാ മതി. നാവ് കൊണ്ട് പറഞ്ഞു ഫലിപ്പിക്കാതെ തെളിവ് കാണിക്കേ. കാണിക്കടേ തെളിവ്. കാണിക്കാം.
എന്താടി, നിനക്ക് തെളിവില്ലേ? ആ അത് ഞാനിവിടെ വരുന്നവരെ ഇത് കണ്ടതാ. ഉറപ്പും വരുത്തിയിട്ട് ഇറങ്ങിയത്. പിന്നെ ഇതെവിടെ പോയി? എന്നിട്ട് എന്താടി, ആവിയായി പോയോ? അല്ല ആന്റി, അപ്പൊ മോള് നാടകമായിട്ട് ഇറങ്ങിയതാണല്ലേ? ദേ, ഈ നാടകം കളിക്ക് നല്ല തല്ല് തന്നെയാ ബെസ്റ്റ്. ഇനി മേലാൽ ഈ പരിപാടിയും കൊണ്ട് എന്റെ കൺമുമ്പിൽ കണ്ടേക്കരുത്. ഈ കോമ്പൗണ്ടിൽ കയറിയേക്കരുത്. ഇറങ്ങിപ്പോ. വാമാൻറ്റി. മിണ്ടാതെ ഇറങ്ങിപ്പോടി. ഞാൻ വീഡിയോ എടുത്തതാണല്ലോ, പിന്നെ ഇതെന്തു പറ്റി? ഇതാരാ ഡിലീറ്റ് ആക്കിയത്? പോടി, എടി ഇറങ്ങടി. നാടകമായിട്ടും. ഹലോ മാഡം. ആ അനു. യെസ് മാഡം. അനു, കാലേക്കൂട്ടി തീരുമാനിക്കപ്പെട്ട പ്രകാരം സുസ്മിത അവിടെ നിന്നും പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അവള് വരാൻ സാധ്യതയുള്ള സ്ഥലവും വണ്ടിയുടെ നമ്പരും കളറും എല്ലാം ഞാൻ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ടു. മാഡം കാര്യങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചതുകൊണ്ട് മാഡത്തിന്റെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവളെ റോഡിൽ ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. വെരി ഗുഡ്. അവളുടെ ഫോണിലൊരു വീഡിയോ ഉണ്ട്. ഒരു നിധി പോലെ അവള് കൊണ്ടുവരുന്ന ഒരു വീഡിയോ. അത് വാങ്ങി ഡിലീറ്റ് ചെയ്യണം. യെസ് മാഡം. അവൾ എന്റെ മുന്നിൽ എത്തുമ്പോ ആ ഫോണിൽ ആ വീഡിയോ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ മാഡം. അവൾ ഇപ്പൊ തന്നെ നമ്മുടെ കൺട്രോളിലാ. ഓക്കെ. സി, കെയർഫുൾ. ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് പറയാറില്ലേ, അതുപോലെ പറയേണ്ട ഒരു എനവ. ബിവെയർ ഓഫ് സുസ്മിത. കടിച്ച പേയുള്ള ഇനവ. ഒരു പഴഞ്ചൊല്ല എനിക്കിപ്പോ ഓർമ്മ വരുന്നേ. പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിച്ചോളുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.